പ്പെടുന്നതിൽ തീർച്ചയായിട്ടും നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനൊക്കെ ഒരുപാട് റോളുണ്ട്. അപ്പോൾ വി വുഡ് ഒബ്വിയസ്ലി ലൈക്ക് ടു നോ അബൌട്ട് യുവർ പാസ്റ്റ്. സാറിൻ്റെ പഴയ കാലങ്ങൾ എന്ന് പറയാമോ? ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിലുള്ള ഒരു തേവന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു ഗ്രാമമായിരുന്നു അത്. അവിടെ കടകമ്പോളങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ബസ് കാണണമെന്നുണ്ടെങ്കിൽ 4 കിലോമീറ്റർ നടന്നു പോകണം. അത്ര അകലെയായിരുന്നു. അത് നഗരവാസികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സ്കൂള് എന്ന് പറയുന്നത് പ്രൈമറി സ്കൂൾ മാത്രമേ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത സ്കൂളെന്ന് പറയുന്നത് 9 കിലോമീറ്റർ അകലെയായിരുന്നു. ആ പാതകളെല്ലാം ചവിട്ടി കടന്നാണ് നമ്മൾ കോളേജ് വിദ്യാഭ്യാസത്തിനൊക്കെ പോയത്. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മക്കളെയെല്ലാം ഒരു വിദ്യാഭ്യാസത്തിന് അയച്ചതും പഠിപ്പിച്ചതെല്ലാം. ചില കാര്യങ്ങളിൽ അച്ഛന് വളരെ നിഷ്ഠയുണ്ടായിരുന്നു. ഒന്ന് സത്യമേ പറയാവൂ എന്നുള്ള കാര്യത്തിൽ. പിന്നെ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിക്കണം എന്ന് പറയുമായിരുന്നു. കൂടെ പറയുമായിരുന്നു. അമ്മ എപ്പോഴും പറയുമായിരുന്നു, പറന്നു പോകുന്ന കാക്കയെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരാളെയും തള്ളി പറയരുത്, ഒരാളിനെയും നിഷേധിക്കരുത് എന്ന് പറയുമായിരുന്നു. അന്ന് പറയുമ്പോൾ അതിൻ്റെ മൊത്തം അർത്ഥം ഉൾക്കൊണ്ടിരുന്നില്ലെങ്കിലും പിന്നെ അത് മനസ്സിലായ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്നുള്ളത്. നമ്മൾ ഒരിക്കലും ഒരാളിനെയും തള്ളി പറയാൻ പാടില്ല. എല്ലാവരിലും, എല്ലാ മനുഷ്യരിലും നല്ല വശങ്ങളുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ നല്ല വശങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ആരുമില്ല എല്ലാം തികഞ്ഞത്. ചീത്തയും നന്മയും തിന്മയും തികഞ്ഞതാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ നല്ല വശങ്ങൾ മാത്രം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് നമുക്ക് സൗഹൃദം പുലർത്താൻ കഴിയും. ആ പാഠം ശരിക്കും ഞാൻ പഠിക്കുകയും അതിൻ്റെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. പഠനകാലം എന്ന് പറയുന്നത് ഒരു നിരവധി വർഷങ്ങളുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ 2 കൊല്ലം കോളേജിൽ കൊല്ലത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞ് 2 കൊല്ലം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് നാഗ്പൂർ യൂണിവേഴ്സിറ്റി പോയി. അവിടെ നിന്നാണ് പത്രപ്രവർത്തനത്തിനും പബ്ലിക് റിലേഷൻസിലുമൊക്കെ ബിരുദാനന്തര ബിരുദം എടുത്തത്. അത് കഴിഞ്ഞ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് അവിടെ നിന്ന് PGDM എന്ന ഡിഗ്രിയും MBAയും 2ഉം പാസ്സായി. അതിനുശേഷം അമേരിക്കയിൽ പോയിട്ട് UCLA എന്ന് പറഞ്ഞ ലോസ് ഏഞ്ചലസിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദവും നേടി മാനേജ്മെൻറ്റിൽ. ഇത്രയാണ് വിദ്യാഭ്യാസം. GPC നായരുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് ഡോണ്ട് വറി, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് വീക്ക് സെയിം ടൈം. യു കീപ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ബട്ട് ബൈ ദ ടൈം വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് സെഗ്മെൻറ്റ് ഫോർ ദ ഡേ. Gulfhead Hair Fixing Private Limited, India, Mumbai, Hyderabad, Bangalore, Mangalore, Chennai, Trivandrum, Kollam, Tiruvalla, Kottayam, Cochin, Aluva, Thrissur, Tirur, Palakkad, Calicut, Malappuram, Kalpatta, Talasheri, Kannur, Kasaragod, UAE, Abu Dhabi, Dubai, Sharjah, Ajman, Fujairah, Ras Al Khaimah, Al Ain, Qatar, Oman, Muscat, Salalah, Kuwait, Mirka, Fahil, Abbasiya, Bahrain, Hura, Rifa, Saudi, Riyadh, Jeddah, Dammam. Gulfgate Hair Fixing. Look natural, feel natural. The goodness of traditional taste. Periyar Appampudi Puttapudi. ഇനി പറയൂ, ഈ രുചിയോളം മറ്റെന്തുണ്ട്? പെരിയാർ റൈസ്, ചിറക്കൽ അഗ്രോ മിൽസ്, കാലടി. ദാമ്പത്യ രോഗങ്ങളാൽ നിങ്ങൾ നിരാശരാണോ? അത് കാരണം നിങ്ങളുടെ ജീവിതം തകരാറിലാവുന്നുണ്ടോ? എങ്കിൽ വിഷമിക്കേണ്ട. ഇന്ത്യയിലെ പ്രശസ്തിയാർജിച്ച യുനാനി ഫിസിഷ്യൻ ഡോക്ടർ MS സർക്കാരിനെ ഇന്ന് തന്നെ നേരിൽ കാണുക. MS സർക്കാർ ഡിസ്പെൻസറി, ടോൾ ജംഗ്ഷൻ, കമലേശ്വരം, തിരുവനന്തപുരം. ഫോൺ 9846316661. ഇനി വിട പറയാം ദാമ്പത്യ രോഗങ്ങളോട്. ദി ഗുഡ്നസ് ഓഫ് ട്രഡീഷണൽ ടേസ്റ്റ്. പെരിയാർ അപ്പംപൊടി പുട്ടുപൊടി. ഇനി പറയൂ, ഈ രുചിയോളം മറ്റെന്തുണ്ട്? പെരിയാർ റൈസ്, ചിറക്കൽ അഗ്രോ മിൽസ്, കാലടി.
ലൈഫ് സ്റ്റൈലിൽ ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ടു ലുക്ക് ഗുഡ്, ഹൗ ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് അവർ ബ്യൂട്ടി. Let's now go watch, learn and perform. You got the touch, you got the motion. I can't hold back anymore. You lift me up, you knock me down. You're the one that I adore. You got the touch, you got the motion. ഗൈഡ്സ്, അതായത് ഇപ്പോൾ ഒരുപാട് ഹെയർ കളറാണ്. നമ്മളിപ്പോൾ വെളിയോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഹെയറിൽ ഒരുപാട് കളേഴ്സ് കാണാം. അപ്പോൾ കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൾട്ടി കളർ രംഗത്ത് വന്നിട്ടുണ്ട്. മൾട്ടി കളർ എന്ന് വെച്ചാൽ ഒരുപാട് ഷെയ്ഡ്സ് ഇട്ട് പ്രോമിനൻ്റ് ആക്കുന്ന മൾട്ടി കളർ. അപ്പോൾ ആ ഒരു കളേഴ്സിൽ ബോട്ടം മാത്രം കുറച്ചൊരു ഒരു റെഡിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ്, ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ബ്രൗണിഷും അല്ല, ബ്ലോണ്ടേഡ് ഷെയ്ഡ് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷിങ് കളറിന് മുമ്പേ ചെയ്യണം. കാര്യം ഈ ഓയിൽസ്, ഡസ്റ്റ് അതെല്ലാം മാറാനായിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്താൽ മാത്രം പോരാ, അത് ക്ലെൻസിങ് ഷാമ്പൂ ഇട്ടാണ് വാഷ് ചെയ്യേണ്ടത്. സാധാരണ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അഴുക്കും ഡസ്റ്റൊന്നും പോകത്തില്ല. അതുകൊണ്ട് ക്ലെൻസിങ് ഷാമ്പൂ ആയിരിക്കും ബെറ്റർ. ഇത് 100% നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. ഡ്രൈ ആയതിനു ശേഷം മാത്രമേ കളറിങ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡ്രൈ ആയി. കളർ ചെയ്യുന്നതിന് മുമ്പേ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. വളരെ തിൻ സെക്ഷൻസ് വേണമെന്നില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നെക്കിയിലുള്ള ഹെയറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ട്രൈറ്റ് നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ബോട്ടം മാത്രമാണ് ചെയ്യുന്നത്. അതായത് 2 or 3 inches. അടുത്ത സെക്ഷൻ 1 inch വിട്ടതിന് ശേഷം അടുത്ത സെക്ഷൻ തിൻ സെക്ഷൻസ് സ്ട്രൈറ്റ്. ബോട്ടം മാത്രം 2 inches അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ 2 inches ആണെങ്കിൽ പോലും എല്ലാ ഹെയറിലും ആവണം, അല്ലെങ്കിൽ പാച്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. വളരെ സിമ്പിളി ആപ്ലിക്കേഷൻ. ഒരു സെക്ഷൻ ചെയ്തു, രണ്ടാമത്തെ സെക്ഷൻ ചെയ്തിട്ടില്ല, നെക്സ്റ്റ് സെക്ഷൻ ചെയ്തു, പിന്നെ വീണ്ടും ചെയ്തിട്ടില്ല, അടുത്ത സെക്ഷൻ ചെയ്യാൻ പോവുകയാണ്. വളരെ തിൻ സെക്ഷൻസ്. ഇപ്പോൾ ബ്രൗണിഷ് ബ്ലോണ്ടഡ് ഷെയ്ഡ്സൊക്കെ ക്യാമ്പസുകളിലൊക്കെ വളരെ ട്രെൻഡി ആയിട്ടുള്ള കളറാണ്. മിക്ക കുട്ടികളും ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കളറാണ്. നെക്സ്റ്റ് സെക്ഷൻസ് സ്ട്രൈറ്റ് ഇന്നത്തെ ക്രൗൺ ഏരിയ. ഞാൻ ക്രൗൺ ഏരിയ ചെയ്യാൻ പോകുന്നത്. കാര്യം ക്രൗൺ ഏരിയ മാത്രമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ഓൾ ഓവർ ഹെയർ കളേഴ്സ് ഉള്ളതുകൊണ്ട് കൂടുതൽ കളർ കൊടുക്കുന്നില്ല. ഫ്രണ്ടിലൊക്കെ ബ്ലോണ്ടഡ് ഷെയ്ഡ്സ് ഉണ്ട്, അതുകൊണ്ട് ക്രൗൺ ഏരിയ മാത്രം ജസ്റ്റ് ബോട്ടം മാത്രമേ ചെയ്യുന്നത്. ഓൾറെഡി ഇത് ബ്ലോണ്ടഡ് ഷെയ്ഡ്സ് ആണ്, പക്ഷേ ഫെയ്ഡ് ആയിട്ടുണ്ട്. അത് മാത്രം ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഈ ഷാർപ്പ് പീസസിൽ മാത്രമാണ് കളർ വന്നിരിക്കുന്നത്. അതായത് ടിൻറ്റഡ് റെഡ് മീൻസ് ടിൻറ്റഡ് യെല്ലോയിഷ് കളർ മിക്സഡ് കളർ ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ റെഡിഷ് കൂടുതൽ പ്രോമിനൻ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇത് മൾട്ടി കളർ ആയതുകൊണ്ട് റെഡിഷ് കൂടുതൽ പ്രോമിനൻ്റ് ആയി കഴിഞ്ഞാലും ഇത് ഒരു നൈസ് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഞാൻ ക്രൗൺ ഏരിയ മാത്രമേ ചെയ്യാൻ പോകുന്നത്. only for the crown area. So straight sections, വളരെ തിൻ സെക്ഷൻസ് ആണ് എടുക്കുന്നത്.
വളരെ തിൻ സെക്ഷൻസ്. ഇത് ക്ലിപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനാണ് കളർ ചെയ്യേണ്ടത്. ശരിക്കും ഓൾ ഓവർ കളർ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്കൊരു 10 to 15 മിനിറ്റ്സ് അങ്ങനെ വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മിനിമം വേണം ബ്ലോണ്ടഡ് ഷെയ്ഡ്സിലോട്ട് പോകാനായിട്ട്. നമുക്കൊരു 10 to 15 മിനിറ്റ്സ് അങ്ങനെ വെച്ചിരുന്നതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കളർ വേരിയേഷൻ വന്നിട്ടുണ്ടോ, കളർ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കളർ ആയി വരികയാണ് ചെയ്യുന്നത്. പക്ഷേ റെഡിഷ് ടോൺ വരുന്ന സ്ഥലത്ത്, അതായത് നേരത്തെ ബേസ് കളർ റെഡിഷ് ആയ സ്ഥലത്ത് ഒരു കോപ്പർ കളറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 15 മിനിറ്റ്സ് കൂടെ അങ്ങനെ വെച്ചിരിക്കാം. അടുത്ത നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓൾ ഓവർ ദ ഹെയർ വേണ്ടോ റെഡിഷ് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ബേസ് കളർ ഈസ് റെഡിഷ്, അപ്പോഴത്തേക്കും അത് മാറിയിട്ട് കോപ്പർ കളറിലോട്ടാണ് വരുന്നത്. ഇത് കൂടുതൽ ബ്ലോണ്ടിലോട്ട് ഈ കളർ മീൻസ് ബേസ് റെഡ് കിടക്കുന്നതുകൊണ്ട് കൂടുതൽ ബ്ലോണ്ടിലോട്ട് പോകാൻ ചാൻസസ് വളരെ കുറവാണ്. നമ്മൾ കളർ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം വാഷ് ഔട്ട് ചെയ്തു. വാഷ് ചെയ്യുന്ന ശരിക്ക് ഷാമ്പൂസ് എന്ന് വെച്ചാൽ കളർ പ്രൊട്ടക്ഷൻ ഷാമ്പൂസ് ഇട്ടാണ് വാഷ് ചെയ്യേണ്ടത്. അന്നേരം കളർ ഒന്ന് സ്റ്റേ ആയിട്ട് നിൽക്കും. അതായത് ഒരിക്കലും കളർ ഫെയ്ഡ് ആവത്തില്ല. എപ്പോഴും കളർ പ്രൊട്ടക്ഷൻ ഷാമ്പൂസ് ആഫ്റ്റർ കളറിങ് കളർ പ്രൊട്ടക്ഷൻ ഷാമ്പൂസേ ഉപയോഗിക്കാവൂ. ഇതുപോലെ തന്നെ പുതിയ മോഡേൺ ആയിട്ടുള്ള ഹെയർ ട്രെൻഡുമായിട്ട് വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. അങ്ങനെ ലൈഫ് സ്റ്റൈലിലെ ഈക്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഞാൻ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മോഡലിങ്ങിൽ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ അഡ്രസ് ഗാലക്സി എൻ്റർടൈൻമെൻറ്റ്സ്, സ്വയംവരം കോംപ്ലക്സ്, ഫസ്റ്റ് ഫ്ലോർ, റൂം നമ്പർ 2, കുടമാളു PO, കോട്ടയം 17. ഫോൺ 0481239383. മൊബൈൽ 9447961730. While walking through the corridors of life, when darkness intrudes into your heart, when loneliness creeps into your mind, when memories haunt your thoughts, when melancholy shadows your life, you may feel that you are alone. But just then, just cheer you up, go in front of a mirror, see at yourself and say, hey, you are the best. Believe me, that is definitely going to make a change. I'll be back with more of such interesting segments and sayings next week. Until then, stay tuned. It's Ginu bidding a goodbye. मेरे नैना सावन भादो फिर भी मेरा मन. Gulf Gate Lifestyle brought to you by Gulf Gate Hair Fixing. Look natural, feel natural. ഗൾഫ് ഗേറ്റ് നക്ഷത്ര ഇൻ വെസ്റ്റ് നട ഗുരുവായൂർ. അവിടം റൈസ് തന്നെ ചോദിച്ചു വാങ്ങും. പെരിയാർ റൈസ്, ചിറക്കൽ അഗ്രോമിൽസ്, കാലടി. MS സർക്കാർ ഡിസ്പെൻസറി, ടോൾ ജംഗ്ഷൻ, കമലേശ്വരം, തിരുവനന്തപുരം.